അങ്ങനെ മലയാളത്തിൽ നിന്ന് ഒരു സിനിമ കണ്ടു. നാരായണീന്റെ മൂന്നാൺമക്കൾ, നമ്മുടെ ജോജു, സുരാജ് ഏട്ടൻ, അലൻചീർ ഒക്കെ അഭിനയിച്ച സിനിമയാണ്. ആൻഡ് ദിസ് മൂവി ഈ സോ ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇത് കണ്ട് തീർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. അറ്റ് ദ സെയിം ടൈം ദിസ് ഇസ് നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ. ഇത് എല്ലാവരും കപ്പ് ഓഫ് ചായ ഒന്നും അല്ല. കാരണം ഭയങ്കര സ്ലോ പേസിൽ പോണ പടോ. സോ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കാണ് വെച്ചാൽ ദിസ് ഇസ് എ മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ജീവിതം നിങ്ങൾക്ക് ചിലപ്പോൾ വെറുക്കും. സോ ഇതിൽ ജോജു ഉണ്ട്, അലൻസിയർ ഉണ്ട്, സുരാജ് ഏട്ടൻ ഉണ്ടെങ്കിൽ പോലും ഇതിലത്തെ ഷോ സ്റ്റീലേഴ്സ് രണ്ട് പിള്ളേരാണെന്ന് ഞാൻ പറയുള്ളൂ. ഒന്ന് ആതിര പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കൊച്ചു, ഗാർഗി എന്ന് എന്താണ് പേര്. എന്നാ കിടിലം പെർഫോമൻസ് ആണെന്ന് അറിയോ. ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആ കൊച്ചിന്റെ കേക്ക് വാക്ക് എന്നൊക്കെ പറയില്ല, അമ്മാരിയാണ് പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ അധികം സിനിമയിലൊന്നും കണ്ടിട്ടില്ല. മേ ബി ഒരു ന്യൂ കമർ ആയിരിക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ പല റെപ്യൂട്ടഡ് ആക്ടേഴ്സ് ഉണ്ട്. ഒരേ എക്സ്പ്രഷൻ വെച്ചിട്ട് സിനിമയിൽ പിടിച്ചു നിൽക്കും. എന്നിട്ട് തേങ്ങയില്ല മാങ്ങയില്ല ഇത് എന്നൊക്കെ പറയും. സോ ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് നെയിംസ്. പക്ഷെ ഈ കൊച്ചൊക്കെ ഈ ന്യൂ കമറായി വന്നിട്ട് വരെ എത്ര കിടിലനായിട്ട് പെർഫോം ചെയ്യുന്നത് അറിയോ. ഈ രണ്ട് ചെറിയ പിള്ളേർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഉണ്ട്, നല്ല രസമുണ്ട്. ഇത് നമ്മുടെ കെമിസ്ട്രി വരെ കിടിലനായിരുന്നു. മറ്റേ പയ്യനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ആനന്ദം സിനിമയിലെ ആ ഒരു പയ്യനാ. അന്ന് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പയ്യനായിരുന്നു. പക്ഷെ ഇപ്പൊ എത്ര അടിപൊളിയായിട്ടാണ് ആള് പെർഫോം ചെയ്യുന്നതെന്ന് അറിയോ. നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന് വിചാരിക്കാം. സോ ജോജും ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് കാണാൻ നല്ല രസമായിരുന്നു. അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ കാണാൻ വരുന്ന മൂന്ന് മക്കളുടെ കഥ പറയുന്ന സിനിമയാണ്. അതായത് ഇവരുടെ പാസ്റ്റ്, ഇവര് തമ്മിലുള്ള ബോണ്ടിങ്, ഇവര് തമ്മിൽ ഇഷ്യൂസ്, കോൺഫ്ലിക്ട്സ് ഒക്കെ പറയും. അത് കൂടുതൽ വന്നിട്ട് യങ്ങർ ജനറേഷന്റെ പേഴ്സ്പെക്റ്റീവിലാണ് ഇവർ പറയാൻ നോക്കുന്നത്. നല്ല രസമായിരുന്നു കണ്ടിരിക്കുക. ഈവൻ ഈ സിനിമയുടെ മ്യൂസിക് ആയാലും കളർ ഗ്രേഡിങ് ആയാലും എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ. പക്ഷെ ഭയങ്കര സ്ലോയിൽ പോകുന്ന സിനിമയാണ്. സോ ആദ്യം തന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ അമ്മ മരിക്കാറായി. സോ വീട്ടിലിരുന്ന് മരിച്ചോട്ടെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. സോ ഞാൻ നോക്കുമ്പോൾ ഇവര് വെള്ളം അടിക്കുന്നു, ഇവര് പാർട്ടി നടത്തുന്നു, അമ്മ അവിടെ മരിക്കാൻ കിടക്കുന്നു എന്നുള്ളൊരു ബോധമൊന്നും ഇല്ല എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു സ്റ്റേജിലൂടെ പോയവരായിരിക്കും. ഇവൻ നമ്മൾ അല്ലെങ്കിൽ പോലും നമ്മുടെ പേരൻസ്, ഇവൻ ഞാൻ കടന്നു പോയതാണ്. അന്നൊക്കെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വരെ മാറുന്നുണ്ട്. ആ സമയത്ത് ഇവരിങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെയാണ് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും 10-50 വയസ്സായി, 10-20 വയസ്സ് കെട്ടിക്കാൻ പ്രായ മക്കളുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അമ്മ തന്നെയാണ്. ഇഷ്ടമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവർക്ക് ഇവരുടെ ജോലി, ഇവരുടെ ഫാമിലി, അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാം ഉണ്ടാവുള്ളൂ. സോ എനിക്ക് നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. പെർഫോമൻസ് വെച്ച് എല്ലാവരും അടിപൊളി തന്നെയായിരുന്നു. ജോജു ആണെങ്കിൽ ഭയങ്കര ഒരു സട്ടിലായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നല്ല പാവപ്പെട്ട ഒരാളുടെ ഒരു ക്യാരക്ടർ. അലൻസിയർ ആണ് വെച്ചാൽ ഒരു റൂളിംഗ് മെന്റാലിറ്റി, എല്ലാവരും ഭരിക്കുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇതിന്റെ രണ്ടിന്റെ മിക്സ് ആണ് സുരാജ് ഏട്ടന്റെ ക്യാരക്ടർ. പെർഫോം ചെയ്ത് എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി സിനിമ പറയുമ്പോൾ പെർഫെക്റ്റ് അല്ലോ, നോ സിനിമ ഇസ് പെർഫെക്റ്റ് എന്നല്ലേ നമ്മൾ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വന്നിട്ട് ഡ്രോബാക്ക് ഉണ്ട്, ഫ്ലോ ഉണ്ട്. സോ ഡ്രോബാക്ക്, ആദ്യത്തെ ഡ്രോബാക്ക് ഇത് എല്ലാവരെയും കപ്പ് ഓഫ് ടീ അല്ല. രണ്ടാമത് ഒരു ഡി ജെ രാജേഷ് പറഞ്ഞിട്ട് ഒരുത്തനൊപ്പം ഒരു കാമുകി വരുന്നുണ്ട്. ആ കൊച്ചിന് ഒരു 10 മിനിറ്റും കൂടി ഈ സിനിമയിൽ സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് വെച്ചാൽ സിനിമ വെറുത്തുണ്ടാവും. അത്രയും വെറുപ്പിക്കലായിരുന്നു ആ കൊച്ച്. ബാക്കി റാദർ ദാൻ ദാറ്റ് ദിസ് ഇസ് എ ഗുഡ് വാച്ച് എന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ശരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് സിനിമ കാണാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, നിങ്ങളുടെ സമയം ഉണ്ട് വെച്ചാൽ നിങ്ങൾ പോയി കാണാം. ആര് എന്ത് പറയണം നിൽക്കണം. ഇവൻ ഞാൻ പറയുന്ന പോലും കേൾക്കാൻ നിൽക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ 1 ലക്ഷം ആൾക്കാർ എടുത്താൽ ചിലപ്പോൾ അതിന്റെ 1% 1000 പേർക്ക് മാത്രമേ ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു വേറെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. 1 ലക്ഷത്തിന്റെ 1% എങ്ങനെ 1000 ആയി എന്നല്ലേ. 1 ലക്ഷത്തിൽ നിന്ന് 1 പോയിന്റ് ഇങ്ങോട്ട് ഇട്ടാൽ അതിന്റെ 10%, അതായത് 10,000. അതിൽ നിന്ന് 1 പോയിന്റും കൂടി ഇങ്ങോട്ട് ഇട്ടാൽ അതിന്റെ 1% 1000. ഇപ്പൊ നമ്മൾ 6,3,1,2 എടുത്തു നോക്കി. അതിന്റെ 10% പറയുമ്പോൾ 1 പോയിന്റ് ഇങ്ങോട്ട് ഇട്ടാൽ മതി, 631.2. അതിന്റെ 1% പറയുമ്പോൾ 63.12, 2 പോയിന്റ് ഇട്ടാൽ മതി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. സോ ട്രൈ ഇറ്റ് ഔട്ട്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്.